ടീച്ചർ, ഈ ക്ഷേത്രഭൂമി കൈയേറ്റം നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് മലപ്പുറത്ത് നിന്ന് വരുന്നത് ഏറ്റവും ഭയാനകമാണ്. കാരണം 282 ഏക്കർ സ്വന്തമായിരുന്ന ക്ഷേത്രത്തിലാണ് ഇപ്പോൾ 35 സെന്റ് മാത്രം അവശേഷിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ക്ഷേത്രഭൂമികൾ വ്യാപകമായി പല വിധത്തിൽ നിയമങ്ങളുടെ പിൻബലത്തോടെ, ഇനി അതുമല്ലാതെ കയ്യേറ്റത്തിലൂടെയൊക്കെ ഏറ്റവും കൂടുതൽ ക്ഷേത്രഭൂമി നഷ്ടപ്പെട്ട സ്ഥലം കേരളമാണ്. അത് ലക്ഷക്കണക്കിന് ഹെക്ടറാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പോഴും കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടിയാണ് അത് നടക്കുന്നത് എന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതിൽ തന്നെ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ ഉള്ളതിനേക്കാൾ വളരെ ഗൗരവമാണ് മലപ്പുറം ജില്ലയിലെ അവസ്ഥ. കാരണം അവിടെയുള്ള ക്ഷേത്രഭൂമികളൊക്കെ തന്നെ കയ്യേറി അതിന് പട്ടയം പതിച്ചു കൊടുക്കാൻ പോലെ അവിടുത്തെ ജില്ലാ ഭരണകൂടം തയ്യാറായി മുന്നോട്ട് വന്ന് നമ്മൾ കണ്ടു. ക്ഷേത്രഭൂമി കൈവശമുള്ളവർക്ക് പട്ടയത്തിന് വേണ്ടി അപേക്ഷിക്കാമെന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഉത്തരവ് വരെ അവർ കൊടുത്തു. അതായത് ഈ കയ്യേറ്റത്തെ അവര് നിയമം കൊണ്ട് സാധൂകരിക്കാനുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയത്. ക്ഷേത്രത്തിന് ഭൂമി സർക്കാരിൽ നിന്ന് ഇങ്ങോട്ട് ചോദിക്കുകയല്ല, മറിച്ച് ക്ഷേത്രത്തിനുള്ള ഭൂമി അതൊരു പാരമ്പര്യത്തിന്റെയും ഒരു സംസ്കാരത്തിന്റെയും തിരുശേഷിപ്പുകളാണ്. അത് അതേപോലെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഒരു ഭരണകൂടത്തിനുണ്ട്. ആ ഭരണകൂടം തന്നെ അതിനെ കയ്യേറാൻ വേണ്ടെന്ന് ഒത്താശ ചെയ്തു കൊടുത്തതാണ് ഈ അറക്കൽ ക്ഷേത്രത്തിൽ അടക്കമെല്ലാം കാണുന്നത്. ഈ ഒരു ക്ഷേത്രത്തിലല്ല, മലപ്പുറം ജില്ലയിൽ ഇത്തരം വിഷയങ്ങൾ ഇല്ലാത്ത ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ഇതേ മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ പ്രമുഖമായ ഒരു പത്രകുടുംബത്തിന്റെ കയ്യിൽ 100 കണക്കിന് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു നമുക്കറിയാം. ഒരുപാട് നിയമ പോരാട്ടങ്ങൾ അതിനുവേണ്ടി നടത്തേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോ ഇത് തീർച്ചയായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ ഒന്നുകൂടി അത് ഉണർന്ന് ചിന്തിച്ച് ക്ഷേത്രങ്ങളുടെ ഭൂമി അത് അളന്ന് തിട്ടപ്പെടുത്തുകയും അത് ക്ഷേത്രത്തിനായി തന്നെ തിരിച്ചിടുകയും ചെയ്താൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ഇത് ഭക്തജനങ്ങളെ അനന്തമായ കേസിലേക്ക് നയിക്കുക എന്നുള്ളത് മാത്രമാണ് നടക്കുന്നത്. ഇപ്പൊ ദേവസ്വം ബോർഡിന് പോലും താല്പര്യമില്ല. ദേവസ്വം ബോർഡിന് കേസ് കൊടുത്താൽ പോലും അത് ആത്മാർത്ഥമായി നടക്കണമെങ്കിൽ ഭക്തർ ആരെങ്കിലും അതിൽ കക്ഷി ചേർന്നുകൊണ്ട് അവർ പൈസ ഇലവാക്കിക്കൊണ്ട് ഭക്തജന സംഘടനകളോ ഹൈന്ദവ സംഘടനകളോ മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ ഭൂമി വീണ്ടെടുക്കാൻ കഴിയുന്നുള്ളൂ. അതായത് ദേവസ്വം ബോർഡും കാട്ടിലെ മരം തേവരുടെയാണ് വലിയടാ വലിയ എന്ന് പറഞ്ഞാൽ അവരും അതിന് അവരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് ഈ പല കയ്യേറ്റങ്ങളും നടക്കുന്നത് എന്നതാണ് വാസ്തവം. അപ്പോൾ തീർച്ചയായും ഹൈന്ദവ സംഘടനകൾ ഇത് ഗൗരവമായി തന്നെ കാണുന്നു. നമുക്ക് ആകാവുന്നതിന്റെ അപ്പുറം ഈ വിഷയത്തിൽ കേസുമായി പ്രക്ഷോഭവുമായി ഒക്കെ നടക്കുന്നു. ഇന്നൊരു ക്ഷേത്രഭൂമിയിലാണെങ്കിൽ നാളെ മറ്റൊരു ക്ഷേത്രഭൂമിയിൽ ഇത് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഭക്തജന സംഘടനകളെ കേസിലേക്കും പ്രക്ഷോഭത്തിലേക്കും നയിക്കാതെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായേ മതിയാകുള്ളൂ. തീർച്ചയായും ടീച്ചർ പറഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം മലപ്പുറത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള വ്യാപക കയ്യേറ്റം നടത്തി എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ കേരള സമൂഹത്തിന്, കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നടങ്കം ഉത്തരം പറയാൻ കഴിയും എന്നതും വസ്തുതയാണ്. ആഴ്ചകൾക്ക് മുമ്പ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർത്തെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം രാഷ്ട്രീയ, സാമ്പത്തിക, വിദ്യാഭ്യാസ നീതി അവിടെ തുല്യമല്ല എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം പോലും തുല്യമല്ല എന്ന് നമ്മൾ വാദിച്ചിരുന്നു. അതുതന്നെയാണെന്ന് തെളിയുകയും ചെയ്യുകയാണ് അല്ലേ? കാരണം ഇത്തരം ധാരാളം അനുഭവങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തി ഇല്ല എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കറിയാം കേരളത്തിൽ നിന്ന് അവസാനത്തെ ജൂതൻ പോലും കേരളത്തിൽ നിന്ന് അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയിട്ടും അത് ജൂത ദേവാലയങ്ങളൊക്കെ നമ്മൾ സംരക്ഷിച്ചു, അല്ലെങ്കിൽ അവരുടെ സമ്പത്തുകളെ, കാരണം അതൊരു സംസ്കൃതിയുടെ വിശേഷിപ്പുകളാണ് എന്ന നിലയ്ക്ക്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഹിന്ദുവിന്റെ ജനസംഖ്യ സ്വല്പം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്തരം ക്ഷേത്രഭൂമികളൊക്കെ കയ്യേറുകയും അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ തന്നെ അന്യാധീനപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ജൂതന്മാരിവിടെ ഉണ്ടായിട്ടല്ല നമ്മളത് സംരക്ഷിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ സംരക്ഷിക്കേണ്ടതാണല്ലോ ഇത്. മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ഹിന്ദുക്കളുണ്ട്, അവർ ആരാധന നടത്തുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് 14 ജില്ലയിലും ഇത്ര ആധ്യാത്മിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയുടെ പശ്ചാത്തലത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ക്ഷേത്ര കാര്യങ്ങളിൽ താല്പര്യം മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കളാണെന്നുള്ളതാണ്. അവിടുത്തെ അമ്മമാർ ഇന്നും ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ പങ്കെടുക്കുന്നു. അപ്പൊ അവർക്ക് ഇത്തരം ഒരു ഭൂമി സംരക്ഷിച്ചു കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ ഈ പൗരന്മാരുടെ ജീവനും സ്വത്തും ഒക്കെ സംരക്ഷിക്കാനല്ലേ ഭരണകൂടം ഉള്ളത്. അവിടെ അവർ പരാജയപ്പെടുന്നു എന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ആർക്കൊക്കെയോ വേണ്ടി ഇവരെ ശരിക്കും പറഞ്ഞാൽ ഈ ഭക്തജനങ്ങളെ വിൽക്കുന്നു എന്നതാണ് അവസ്ഥ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീമതി കെ പി ശശീല ടീച്ചർ പ്രതികരിച്ചതിന്.